ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം അങ്ങനെ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണികളുടെ എല്ലാം കയ്യടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അത് അഭംഗുരം തുടരുകയാണ്. അപ്പം ഞാൻ ഈ സമയത്തൊരു പാട്ട് പാടാനാണ് ഉദ്ദേശിക്കുന്നത്. തമറടിക്കുന്ന കാലമായടി കയ്യാമേ കാശിൻ്റെ ക്ഷാമം തീർന്നടി തെയ്യാമേ. നിങ്ങളോർക്കും ഇയാൾക്ക് ഇതെന്താ പറ്റിയത്? ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ പാട്ട് പാടുന്നത് എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. അതിൻ്റെ കാരണം ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അതായത് എതിർച്ചേരിയായിട്ടുള്ള ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ കോർട്ടിൽ ഒരു ഗോൾ പോലും അടിക്കപ്പെടുന്നില്ല. സെൽഫ് കോർട്ടിൽ ഗോളുകൾ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെയാണ് കൂടുതൽ ബോംബുകളും വന്ന് വീഴുന്നതെന്നുള്ളതറിയാം. അതാരും ഇന്റർസെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ തകർക്കുന്നില്ല. ഇസ്രായേലിലേക്ക് പോകുന്ന മിസൈലുകളെല്ലാം കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, തകർക്കുന്നുണ്ട്. അമേരിക്കൻ പടക്കപ്പലുകളിലേക്ക് വരുന്ന മിസൈലുകളും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, തകർക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സൈപ്രസിലേക്കൊക്കെ വിട്ട മിസൈലുകളെല്ലാം ടാർഗറ്റ് ചെയ്ത് തകർക്കപ്പെട്ടു. പക്ഷേ ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള ഒമാൻ, ഖത്തർ, UAE, സൗദി അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന മിസൈലുകൾ പോയി കറക്റ്റ് സ്പോട്ടിൽ തന്നെ വീഴുന്നുണ്ട്, ഓൺ ദ സ്പോട്ടിൽ തന്നെ വീഴുന്നുണ്ട്. അപ്പോൾ ഈ ഇസ്രായേലും അമേരിക്ക അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ ഈ പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഒന്നും ഇവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുപോലെ തന്നെ അവരുടെ കയ്യിലിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനവും ഈ സൗദി അറേബ്യയിലേക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് വരുന്ന മിസൈലുകൾ ഒന്നും തകർക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നില്ല. ഇതവർ നേരത്തെ പ്ലാൻ ചെയ്തു വെച്ച ഒരു പദ്ധതിയാണോ എന്ന് കാണുന്നവർക്കെല്ലാവർക്കും സംശയം തോന്നും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് സുന്നി രാജ്യങ്ങളെല്ലാം ഇറാൻ ആക്രമിക്കും. അങ്ങനെ ആക്രമിക്കുമ്പോൾ അതുകൊണ്ട് ചില നേട്ടങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടാകുന്നുണ്ട്. അതായത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ തകർക്കപ്പെട്ട് പോയിട്ടുള്ള ഈ സ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇനി പുനഃസ്ഥാപിക്കണം. ഈ പുനഃസ്ഥാപിക്കുന്നതിന് കൊട്ടേഷൻ കിട്ടുന്നവർക്ക് അമേരിക്കൻ കമ്പനികൾക്ക് തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ ബില്യൺ എന്ന് പറയാൻ പറ്റില്ല, $1 ട്രില്യൺ കരാറുകളായിരിക്കും ഇനിയിപ്പം അമേരിക്കയ്ക്ക് വരാൻ പോകുന്നത്. അതുപോലെ എണ്ണ വ്യാപാരത്തിലുണ്ടാകുന്ന കുത്തക, ഇറാനിലെ ഒരു പാവ സർക്കാരിനെ അവരോധിച്ചിട്ട് അവിടെ നിന്ന് കിട്ടുന്ന എണ്ണയുടെ വരുമാനം മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, അതായത് മിഡിൽ ഈസ്റ്റിലെ മറ്റ് സുന്നി രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന എണ്ണയുടെ വരുമാനം, പിന്നെ ഇവർക്ക് ഈ പാട്ടത്തകര ആയുധങ്ങളുണ്ട്, പഴയ ആയുധങ്ങൾ വിറ്റ് തീർക്കണ്ടേ അമേരിക്കയും ഇസ്രായേലിനും കയ്യിലുള്ളത്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിൽ കുറച്ച്, നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു അളിയൻ അടുത്ത് താമസിക്കുന്നുണ്ട്. അളിയൻ്റെ അയലോകംകാരനുമായിട്ട് നല്ല ടേംസ് ആണെങ്കിൽ കുറേ പഴയ കപ്പ, കൊള്ളിയില്ലാത്ത കപ്പ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയി അളിയൻ്റെ കൊടുക്കുക. അളിയ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ അയൽക്കാരനത് മേടിക്കില്ല, അപ്പോൾ അളിയൻ്റെ അന്നും പറഞ്ഞ് അളിയൻ അങ്ങ് കൊടുക്കുക എന്നും പറഞ്ഞ് കൊടുക്കുന്ന പോലെയുള്ളൂ അമേരിക്കയുടെ സാധനങ്ങൾ മേടിപ്പിക്കുക, ഇസ്രായേൽ എന്നൊക്കെ പറയപ്പെടുന്ന സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇസ്രായേലും അമേരിക്കയൊക്കെ അവരുടെ വ്യാപാരം, ഇനി അവർക്ക് വരാൻ പോകുന്ന ഒരു കൊയ്ത്തുകാലം വരുന്നത്, ഹാർവസ്റ്റിംഗ് ഫീൽഡാണ് അവർക്ക്. ഇസ്രായേൽ അതുപോലെ അമേരിക്ക എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങളെല്ലാം ഇനി ഇഷ്ടം പോലെ മിഡിൽ ഈസ്റ്റിലേക്ക് ഈ പഴയ കാലഘട്ടപ്പെട്ട ഉപകരണങ്ങളെല്ലാം അവർക്ക് കൊടുക്കും. അത് വിറ്റ് തീർക്കാം. പുതിയ ഉപകരണങ്ങൾ വീണ്ടും ഇസ്രായേലിനൊക്കെ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി മേടിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടമാണ് വരുന്നത്. ഇനിയിപ്പോൾ അതുപോലെ ഈ തകർന്നു പോയ ഈ സാധനങ്ങളെല്ലാം ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെല്ലാം 100% മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിൽ വന്ന് വീഴുന്നുണ്ട്. അതായത് ഇറാഖ്, ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ, അതുപോലുള്ള എല്ലാ രാജ്യങ്ങളും, മിഡിൽ ഈസ്റ്റിലുള്ള മിക്കവാറും രാജ്യങ്ങളിലും പോയി ഇറാൻ വിടുന്ന മിസൈലുകളെല്ലാം കൃത്യമായിട്ട് വീഴുന്നുണ്ട്. അതും ജനവാസ കേന്ദ്രങ്ങളിലും വലിയ കെട്ടിടങ്ങളിലുമൊക്കെ പതിക്കുന്നത് നമ്മൾ ഇപ്പോൾ മൊബൈലിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതൊക്കെ എന്തോ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള യുദ്ധമാണ്. അതായത് ഇറാനെ കൊണ്ട് ആക്രമിക്കുക, അല്ലെങ്കിൽ ഇറാനെ ഈ തരത്തിലേ ചെയ്യുള്ളൂ എന്നുള്ളത് അവർക്കറിയാം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. മുസ്ലിങ്ങളുടെ ആ ചിന്താമണ്ഡലത്തിൽ എന്താണ് മാറ്റം വന്നിരിക്കുന്നത്? ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്പർന്നോത്തി ഒരു ഉദാഹരണം കൂടെ പറയാം, അയലോകംകാരൻ്റെ ഉദാഹരണം തന്നെ പറയാം. എൻ്റെ ഭാര്യയെ അയലോകംകാരൻ തട്ടിക്കൊണ്ട് പോയി. അയലോകംകാരനോട് എന്ന് കോടി ചോദിക്കാനുള്ള ആരോഗ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ പെണ്ണുപിള്ളെ തന്നെ എടുത്തിട്ട് അടിക്കുക, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ സഹോദരന്മാരെ, സഹോദരൻ്റെ മക്കളെയൊക്കെ അടിക്കുക എന്ന് പറയുന്ന പോലെയാണ് ഇപ്പം ഇറാൻ കാണിക്കുന്നത്. ഇറാന് അമേരിക്കയോടോ അല്ലെങ്കിൽ ഇസ്രായേലിനോടോ കൂടി ചോദിക്കാൻ കഴിയത്തില്ല. അപ്പോൾ പിന്നെ എന്നാ ചെയ്യുന്നത്? ബാക്കിയുള്ള ആളുകളെല്ലാം ആക്രമിക്കുക, നശിപ്പിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇവരുടെയൊക്കെ തലയിൽ എന്താണ് ദൈവം തമ്പുരാൻ പടക്ക തമ്പുരാൻ ബുദ്ധി മാത്രം കൊടുക്കാറുണ്ട്. ബാക്കിയെല്ലാം കരുത്തും മറ്റും എല്ലാം കൊടുത്തു, പക്ഷെ ബുദ്ധി മാത്രം കൊടുത്തില്ല. ചിന്തിക്കാൻ പറ്റുന്നില്ല അവർക്ക്. ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് അമേരിക്കയെ വീണ്ടും സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും വളർത്തും, അവർക്ക് നേട്ടം ഉണ്ടാകും എന്നുള്ളതല്ലാതെ പിന്നെ ഇസ്രായേലിനോ അമേരിക്കയോ ഒരു പോലും കോട്ടം ഉണ്ടാകില്ല. അവരുടെയൊക്കെ അവസരങ്ങൾ അവർക്ക് വീണ്ടും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇറാൻ ഇതുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി അറിയാം, കൂടി 10-15 ദിവസവും കൂടെ യുദ്ധം നിലനിൽക്കുമായിരിക്കും. യുദ്ധം നിലനിൽക്കുന്ന സമയം കൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. ഇത്രയും ടാർഗറ്റ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ ഇത്രയധികം ബോംബ് വീഴണം, ഇത്രയധികം പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ തകർന്നു കഴിയുമ്പോൾ പെട്ടെന്ന് അമേരിക്ക പറയും ഇന്നത്തെ മതി എന്ന് പറഞ്ഞ് യുദ്ധവിരാമമാകും. അത് കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും അപങ്കുരം കച്ചവടം തുടരും. ഇതിനൊക്കെ നിന്ന് കൊടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ചിന്തിക്കണം, തങ്ങളെ മറ്റുള്ളവർ ഉപകരണമാക്കി മാറ്റുകയാണ്, ഞങ്ങളെക്കൊണ്ട് മറ്റുള്ളവർ ജീവിക്കുകയാണ്. ഞങ്ങൾ ഈ ആദ്യം ചിന്തിച്ച് ബുദ്ധിയില്ലാത്ത മനുഷ്യരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലിച്ചാകുകയല്ല ചെയ്യേണ്ടത്. ഇവർക്കൊക്കെ ഉപകരണമായി നിന്ന് കൊടുക്കാതെ അവർക്കൊക്കെ ജീവിക്കാനുള്ള സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചിട്ടും അവർക്കുണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. അതൊക്കെ എന്നാണ് ഇനി ഇവർ പഠിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്.